ലാലേട്ടൻ പറയാതെ പോയ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം ലാലേട്ടൻ്റെ പേജിൽ ഒരു പുതിയ പടത്തിൻ്റെ പോസ്റ്റർ കണ്ട ന്യൂസ് റിപ്പോർട്ടർ മൈക്ക് കൊണ്ട് ലാലേട്ടൻ്റെ കണ്ണിൽ കുത്തിയിട്ട് ചോദിച്ചു, ഇട്ട പോസ്റ്ററിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലാലേട്ടൻ പറഞ്ഞു, എന്താ മനി? ചോദിച്ച ചോദ്യത്തിന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവൊന്നും കിട്ടിയില്ലെങ്കിലും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പുള്ളിക്ക് നല്ലപോലെ കിട്ടി. അതോടെ പുള്ളി ചോദിച്ച ചോദ്യവും മുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പുള്ളി ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ്. കണ്ടോളൂ, ഇതാണ് ആ രേഖ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കം സിനിമയുടെ പോസ്റ്ററാണ് പുള്ളി പോസ്റ്റ് ചെയ്തത്. ഈ സിനിമയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഇത് ഏത് ജോണർ പടമാണെന്ന് ചോദിച്ചാൽ എന്റെ സ്വാമി നല്ല ഫൈറ്റ്, ക്വിന്റൽ ഫൈറ്റ്. ഇതൊരു ഇടിപ്പടമാണ്. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ടൈറ്റിൽ കാർഡ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇതൊരു മാസ് സീരിയസ് പടമാണെന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഇത് നമ്മുടെ ജയ ഹേലെ പോലെ ഒരു ഫൺ മോഡിൽ പോകുന്ന ഇടിപ്പടമായിരിക്കും. ഇനി പടം വർക്കാവുമെന്ന് ചോദിച്ചാൽ പടത്തിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി. 2018 സംവിധാനം ചെയ്ത സംവിധായകൻ്റെ സംവിധാനത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ മലയാള സിനിമയിൽ വുമൻ സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് പടമേ വന്നിട്ടുള്ളൂ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓം ശാന്തി ഓശാനയാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന മൂവികളാണ്. അതിൽ നിന്നൊന്ന് വ്യത്യസ്തമാക്കി ഒരു കമ്മിങ് ഓഫ് ഏജ് പടം എടുത്തത് ജൂഡ് ആന്റണിയാണ്. അത് കഴിഞ്ഞ് ജൂൺ പോലുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സംവിധാനം ഓക്കെയാണ്. പിന്നെ ഉള്ളത് ലീഡ് ക്യാരക്ടർ വിസ്മയ മോഹൻലാലാണ്. പറഞ്ഞ പോലെ ഇത് ഇടിപ്പടമായതുകൊണ്ട് ഇടിയിൽ പുള്ളി വർക്കാവും എന്ന് ചോദിച്ചാൽ വർക്കാവും. കാര്യം പുള്ളി മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയത്തിൽ നമുക്കറിയില്ല, നമ്മളിതുവരെ കണ്ടിട്ടില്ല. പ്രണവ് മോഹൻലാലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുള്ളി കൊച്ചിലെ തന്നെ കുറച്ച് പടമൊക്കെ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിസ്മയ മോഹൻലാലിനെ നമുക്ക് അഭിനയിച്ച് കണ്ടു പരിചയമില്ല. ഉറപ്പായിട്ടും മോഹൻലാലിൻ്റെ മക്കളായതുകൊണ്ട് അവരുടെ അഭിനയം വിലയിരുത്തപ്പെടും. ചിലപ്പോൾ നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന ആളായിരിക്കും, നമുക്കറിയില്ല. പണ്ട് പ്രണവ് മോഹൻലാലിനെ ആദ്യമായി നായകനാക്കി ആദി എന്ന പടം ഇറങ്ങിയപ്പോഴും പ്രണവിൻ്റെ അഭിനയത്തെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്റ്റണ്ട് സീൻസിലെ പുള്ളിയുടെ മികവ് കൊണ്ട് പടം ഹിറ്റായി. അതുപോലെ ഈ പടവും ഹിറ്റായേക്കാം. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ട്രെയിലറും ടീസറൊക്കെ ഒന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ 2018 റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തുടരും സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ താഴെ വന്ന് ജൂഡ് ആന്റണി ലാലേട്ടനെ കൊണ്ട് തന്നെ ഞാൻ ഈ റെക്കോർഡ് തിരുത്തും എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു. ആ പടം ഈ പടം ആകാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ സിനിമയിലെ വില്ലൻ ആന്റണി പെരുമ്പാറിൻ്റെ മകനാണെന്നൊരു ആകാൻ ചാൻസ് ഇല്ല. ഓക്കെ, ബൈ.